ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പി ആയിട്ടാണ്. നമുക്കറിയാം കറിവേപ്പിലയ്ക്കകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടിക്ക് നല്ല നിറം നൽകുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ എന്താ ചെയ്യാറുള്ളത്? കറികൾക്കകത്ത് ഉൾപ്പെടുത്തും. അതിനുശേഷം കഴിക്കുന്ന സമയത്ത് കറിവേപ്പില മാറ്റിക്കളയും. ഇൻ കേസ് ഇനി ഇത് കഴിക്കാമെന്ന് വെച്ചാലോ, കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അത് പല അസുഖങ്ങൾക്കും കാരണമാകാറുണ്ട്. കാരണം അത് ഡൈജസ്റ്റ് ആയി പോകില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ കറിവേപ്പില മുഴുവനായിട്ട് ചെല്ലുകയും ചെയ്യും. ഇതുകൊണ്ട് വേറൊരു ദോഷങ്ങളും ഉണ്ടാകത്തുമില്ല. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് കറിവേപ്പില പൊടി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ബൗൾ നിറയെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, അല്ലെങ്കിൽ ഒരു 4 പിടി കറിവേപ്പില. അതിനുശേഷം വേണ്ടത് വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക്, 7 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം വേണം. ഇനി വേണ്ടത് പരിപ്പ്, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ, അതൊരു 4 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഉഴുന്ന്, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കാറുള്ള ഉഴുന്ന്, ആ ഉഴുന്ന് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വേണം. അടുത്തത് വേണ്ടത് കായം ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ്. ഉള്ള എണ്ണ ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണയ്ക്കാണ് കേട്ടോ ടേസ്റ്റ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഇതൊരു 4 ടേബിൾ സ്പൂൺ ഉഴുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറി ഒന്ന് ഡ്രൈ ആകണം, അത്രേ ഉള്ളൂ. അത്രയും ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് 4 ടേബിൾ സ്പൂൺ പരിപ്പുണ്ട്, അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് 7 വറ്റൽമുളകുണ്ട്. എരിവ് നന്നായി വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വറ്റൽമുളക് ചേർക്കാം. 8, 9, 10 ഒക്കെ ചേർക്കാവുന്നതാണ്. എനിക്ക് ഒരുപാട് എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ 7 എണ്ണേ ചേർക്കുന്നുള്ളൂ. ജീരകം 1/2 ടീസ്പൂൺ ജീരകമുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതിയാകും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു നല്ലൊരു ബ്രൗൺ നിറമാകുന്നിടം വരേക്കും ഇളക്കണം. അത്രയും ടൈം വരേക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കുക. ഏകദേശം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ തണുപ്പെല്ലാം പോയി നല്ല ഡ്രൈ ആകണം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ പച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടല്ലോ പരിപ്പും ഉഴുന്നുമൊക്കെ, ആ ടേസ്റ്റ് എല്ലാം മാറി നല്ലൊരു ഡ്രൈ ടേസ്റ്റ് വരും.
ആ ടൈം വരേക്കും നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ഫ്രൈ ആയതിനു ശേഷം ചേർക്കുന്നത്. അതല്ല മുഴുവനോടെ ഉള്ള മല്ലി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. മുളകും ജീരകവും ഒക്കെ ചേർത്ത ടൈമിൽ തന്നെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ മായി വേറൊരു ദിവസം കാണാം. താങ്ക് യു.